2024 അമർനാഥ് തീർത്ഥാടന യാത്ര ജൂൺ 29 ആരംഭിച്ചു. 3 ദിവസം പിന്നിടുമ്പോൾ 51,000 ഭക്തജനങ്ങളാണ് അമർനാഥ് യാത്ര നടത്തിയത്. ചൊവ്വാഴ്ച 6,537 തീർത്ഥാടകർ 2 അകമ്പടി വാഹനങ്ങളിലായി കാശ്മീരിലേക്ക് പുറപ്പെട്ടു. 6,537 തീർത്ഥാടകർ ജമ്മുവിലെ ഭഗവതി നഗർ യാത്രീ നിവാസിൽ നിന്ന് താഴ്വരയിലേക്ക് പുറപ്പെട്ടതായി അധികൃതർ അറിയിച്ചു. ഇതിൽ 2,106 ഭക്തർ 105 വാഹനങ്ങളുടെ അകമ്പടിയോടെ പുലർച്ചെ 3:05 ബൾട്ടൽ ബേസ് ക്യാമ്പിലേക്ക് പുറപ്പെട്ടപ്പോൾ 4,431 തീർത്ഥാടകർ 186 വാഹനങ്ങളിലായി 3:50 നുൻവൻ ബേസ് ക്യാമ്പിലേക്ക് പുറപ്പെട്ടു. ഉദ്യോഗസ്ഥർ പറഞ്ഞു. 2 യാത്രാ റൂട്ടുകളിലും രാവിലെ നേരിയ മഴയോ ഇടിമിന്നലോടുകൂടിയ മേഘാവൃതമായ കാലാവസ്ഥയായിരിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു. 48 കിലോമീറ്റർ ദൈർഘ്യമുള്ള പരമ്പരാഗത പഹൽഗാം ഗുഹാക്ഷേത്രം വഴിയോ 14 കിലോമീറ്റർ ദൈർഘ്യമുള്ള ബൾട്ടാൽ വഴിയോ ആണ് യാത്രക്കാർ യാത്ര ചെയ്യുന്നത്. പഹൽഗാം റൂട്ട് ഉപയോഗിക്കുന്നവർ ഗുഹാക്ഷേത്രത്തിലെത്താൻ 4 ദിവസമെടുക്കും. ബൾട്ടാൽ വഴി പോകുന്നവർ ഗുഹാക്ഷേത്രത്തിനുള്ളിൽ ദർശനം കഴിഞ്ഞ് അതേ ദിവസം തന്നെ ബേസ് ക്യാമ്പിലേക്ക് മടങ്ങുന്നു. ഈ വർഷം 300 കിലോമീറ്റർ നീളമുള്ള ജമ്മു ശ്രീനഗർ ഹൈവേയിലും ഇരട്ട യാത്രാ റൂട്ടുകളിലും 2 ബേസ് ക്യാമ്പുകളിലും ഗുഹാക്ഷേത്രത്തിലും സുഗമവും അപകടരഹിതവുമായ യാത്ര ഉറപ്പാക്കാൻ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 124-ലധികം കമ്മ്യൂണിറ്റി കിച്ചണുകൾ 2 റൂട്ടുകളിലും ട്രാൻസിറ്റ് ക്യാമ്പുകളിലും ഗുഹാദേവാലയത്തിലും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ യാത്രയിൽ 7,000-ലധികം വോളണ്ടിയർമാർ യാത്രക്കാർക്ക് സേവനം നൽകി വരുന്നു. യാത്രയുടെ തിരക്ക് നിയന്ത്രിക്കാൻ ജൂലൈ 3 മുതൽ അധിക ട്രെയിനുകൾ ചേർക്കാൻ റെയിൽവേ തീരുമാനിച്ചു. 2 റൂട്ടുകളിലും യാത്രക്കാർക്ക് ഹെലികോപ്റ്റർ സേവനവും ലഭ്യമാണ്.